എന്നെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു സ്റ്റേഷനിലോട്ട് നീക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജീപ്പിൽ വരാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ചാവക്കാടുള്ള ഡോക്ടർ ആയിഷ മുഹമ്മദ്, എല്ലാവർക്കും അറിയാമായിരിക്കും. റീസെൻ്റായിട്ട് ഇവരുടെ വിഷയവുമായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പേര് ഇവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഈ ആയിഷ മുഹമ്മദ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഇവർക്കുണ്ടായിട്ടുള്ള ഈ ഒരു വിഷയം അത് സോൾവ് ചെയ്ത് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ അലിയുടെ വീട്ടുകാർ നിയമപരമായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർത്ത് വിടുകയെന്ന് എനിക്കും പറയാനുള്ളൂ. കാരണം ഇതിനകത്ത് മതവും രാഷ്ട്രീയം ഒന്നും കുത്തിക്കയറ്റുന്നില്ല. എല്ലാ മതത്തിനകത്തും ഇതുപോലുള്ള വിഷയങ്ങളുണ്ട്. ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമാണെങ്കിലും അതുപോലെ മുസ്ലിം മതമാണെങ്കിൽ എല്ലാ മതത്തിനകത്തും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ആളുകൾ മതവും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരൊരു വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 18 2026 ജൂലൈ 18 എടുത്തൊരു വീഡിയോ ആണ്. കാരണം ഇവർ ഈ അലി എന്ന് പറയുന്ന ഹസ്ബൻഡിനെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലി എന്ന് പറയുന്ന ഹസ്ബൻഡിനെ ഇവർ നിരന്തരം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ബന്ധപ്പെടാൻ ശ്രമിച്ചു. 2 മാസമായിട്ട് 3 മാസമായിട്ട് ഇതൊന്നും നടന്നില്ല. അങ്ങനെ ഇവർ ഈ അലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി. അപ്പോൾ എന്നിട്ടും ഇവർക്ക് അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അവസാനമാണ് ഇവർ ഈ അലിയുടെ വീട്ടിൽ അവരത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീട്ടിൽ പിന്നെ ഞാൻ ഈ അലിയുടെ വീട്ടിലല്ലാതെ പിന്നെ വേറെ ഏത് വീട്ടിലാണ് ഞാൻ അവസാനം കയറി ചെല്ലേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ കയറി ചെന്നതിന് ശേഷം അവിടെ പോലീസ് വരികയും ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോയ്ക്കാണ് അതിനകത്ത് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ വെച്ച് തരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അലിയുടെ ഇതിപ്പോൾ ഇത്രയും ദിവസമായിട്ട് പോലും ഇവർക്ക് ഒരു നീതി കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഇവർ രംഗത്ത് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒന്നുകിൽ വീട്ടുകാരിടപെട്ട് ഈ പ്രശ്നം തീർക്കണം അലിയുടെയും, അല്ലെങ്കിൽ മഹലുമായിട്ട് 2 മഹലുമായിട്ട് ഈ ഒരു വിഷയത്തെ അവർ ഇരുന്ന് സംസാരിച്ച് പ്രശ്നം തീർക്കണം. നാട്ടുകാരാണെങ്കിൽ ഇടപെടത്തില്ല. പിന്നെ മറ്റൊൻ്റെ കുടുംബക്കാര്യത്തിൽ കയറി ഇടപെടാൻ നാട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ നാട്ടുകാർ ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ മഹലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അലിയുടെ കുടുംബമാണ് മുന്നിട്ടിറങ്ങേണ്ടത്. അലിയുടെ കുടുംബവും ഈ പറഞ്ഞിട്ടുള്ള ഇവർ രണ്ടിൻ്റെയും കുടുംബം മുന്നിട്ടിറങ്ങിയിട്ട് ഇതെന്താ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം ആയിഷ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പേരും പറയുന്നത്, ഇപ്പം ആയിഷ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയുടെ ഒരു കൂട്ടുകാരൻ്റെ വോയിസ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് പറഞ്ഞത്, ഇവിടെ അലി ചിലവിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആയിഷ പഠിച്ച ലോണിനകത്താണ് കുറേ കടങ്ങളൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ അടിയിൽ വന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിഷ കൊടുത്തേക്കുന്ന മറുപടി എന്ന് വെച്ചാൽ ആയിഷ പഠിച്ചേക്കുന്ന 0 എമൗണ്ട് ലോണിലാണ്. അതല്ല അലി എന്ന് പറഞ്ഞ ആൾ ഇത് ചിലവിന് കുട്ടിക്ക് ഉള്ള ചിലവിനൊന്നും ഒരു പൈസയും തന്നിട്ടില്ല, അതൊക്കെ വെറും പച്ചക്കള്ളം എന്നുള്ള രീതിയിലേക്കാണ് ആയിഷ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അപ്പം മാത്രമല്ല ആയിഷയുടെ 1-2 വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് കാണാറുണ്ട്. അതിനകത്ത് അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ബന്ധമൊഴിയുക, അവരെ നിന്ന് മേടിച്ച് സ്വർണം തിരിച്ചു കൊടുക്കുക, ഇതാണ് അവരെ ആവശ്യം. പക്ഷേ ഇതിനൊട്ട് അയാൾ തയ്യാറാവുന്നില്ല. നിയമപരമായിട്ട് വന്ന് ലീഗലി സംസാരിക്കാനോ ബന്ധമൊഴിയാനോ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇയാൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര വലിയ ജോലിയാണെങ്കിലും കൂലിയാണെങ്കിലും ഈ ഫാമിലി പ്രശ്നം പരിഹരിക്കാൻ അയാൾ ലീവ് എടുത്ത് നാട്ടിൽ വന്നിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു വിടും. അതല്ലേ അതിൻ്റെ ഒരു മാന്യത. പുള്ളിയെ കുറ്റം പറയുമല്ല, പുള്ളിക്കും പുള്ളിയതായിട്ടുള്ളത് ശരി കാണും. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ടിട്ട് 10-12 ദിവസം അയാൾ വീട്ടിന് മുമ്പിൽ വന്ന് സമരം ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും അയാൾ കാണുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്ന് അയാൾ അറിയുന്നില്ലേ? അയാൾ ഇതെങ്ങനെയും പരിഹരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഈ ഒരു പ്രശ്നം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നതിനേക്കാൾ അയാളൊരു പ്രതികരണം പോലും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആയിഷ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകെ. കാരണം ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അത് 2 പേരെയും ഭാഗത്ത് ചിലപ്പോൾ തെറ്റ് കാണും, ശരി കാണും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ദിവസമായിട്ട് പോലും അയാളുടെ പ്രതികരണമോ അല്ലെങ്കിൽ അവർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല, കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ വീഡിയോക്കകത്ത് പോലീസുകാരെ ഉൾപ്പെടെ പറയുന്നുണ്ട് അലിയെ നാട്ടിൽ വരാൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഇയാൾ നാട്ടിൽ വന്നിട്ടില്ല. ഓക്കെ, എന്നാലും ഞാനിവിടെ വെച്ച് തരാം. അപ്പോൾ എല്ലാ വീഡിയോ
ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെന്തായാലും ആയിഷ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു. അതിനകത്ത് ചെയ്തേക്കുന്നത് വെച്ചാൽ ഇവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടാണ് ആയിഷ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് പുള്ളിക്കാരി സമരം ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് നിയമപരമായിട്ടും പുള്ളിക്കാരിക്ക് സപ്പോർട്ടില്ല. അതുപോലെ എങ്ങനെയൊക്കെ പുള്ളിക്കാരി എന്തൊക്കെ ചെയ്തിട്ടും പുള്ളിക്കാരിക്ക് നീതി കിട്ടുന്നില്ല. നീതി കിട്ടാതെ വന്നപ്പോഴാണ് ഇതിനിറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കൂടെ കണ്ടു. എൻ്റെ പേര് ഡോക്ടർ ആയിഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലെ എടക്കഴിയൂർ പഞ്ചായത്തിനകത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ എന്നെപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. റീസൺ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ുള്ളൊരു മാഡാണ് ചെയ്യുന്നത്. റീസൺ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റീസൺ പറഞ്ഞത് പ്രിവെൻറ്റീവായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കറൻ്റ്ലി നിൽക്കുന്ന സ്ഥലം എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ അതൊന്ന് പറയാൻ ശ്രമിക്കാം. ചിലപ്പം ഒരു ഓർഡറിലൊന്നും ആവില്ല, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെതൊരു ലവ് മാരേജ് ആയിരുന്നു. അത് അതിനുശേഷം ഇപ്പം നമ്മൾ ഏകദേശം കുറച്ചു കാലമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്. ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്കെ, ഇത് കൂടാതെ കുറച്ച് കേസുകളൊക്കെ ഫാമിലി കോടതിയിലും ഹൈക്കോടതിയിലും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ അതേസമയം ഒരു വിവാഹമോചന ഹർജി പള്ളിയിലോ അതേപോലെ തന്നെ ഇവിടെ കോടതിയിലോ കൊടുക്കാതെ അദ്ദേഹം വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. രണ്ടാം കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത് എൻ്റെ മഹലിൻ്റെ സമ്മതത്തോടു കൂടെ അല്ല. ഇവിടെ കോഴിക്കോട് മാണിയമ്പലം പൂവാറ്റുപറമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് പ്രിവെന്റീവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനല്ലോ അല്ല, ഞാനിപ്പോൾ ഇത് പോസ്റ്റാക്കിയിട്ടോ അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പോസ്റ്റാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീടെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വീടില്ല, അയാളുടെ അച്ഛൻ്റെ വീട്ടിൽ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ആ മാമിനെ കോൺടാക്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിൽ നമുക്ക് വിളിച്ചിട്ട് കിട്ടണില്ല. അയാളോട് നാളെ രാവിലെ 7:12 മണിക്ക് എൻ്റെ മുമ്പിൽ ഹാജരാവുന്ന പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. അത് ഞാൻ നിങ്ങളോട് അതായത് ആ പറയുന്ന സമയങ്ങളിലും ഈ സമയത്ത് ഇവിടെ നിൽക്കണത് എങ്ങനെയാണോ? താനുമായിട്ട് ഡിസ്പ്യൂട്ട് ഉള്ള ഒരു വീട്ടിൽ നിൽക്കണ എങ്ങനെയാ? അതിനാണ് തന്നോട് സ്റ്റേഷനിൽ പോരെ നമ്മളെ പ്രിവെന്റീവ് എടുത്ത് അവിടെ കൊണ്ട് നിർത്താം. ട്രസ് പാസിന് പ്രിവെന്റീവ് കേസ് എടുത്ത് എങ്ങനെയാ ട്രസ് പാസ് ആവുന്നത്? എനിക്ക് അതിനിപ്പോ നിങ്ങളോട് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. അല്ല, ട്രസ് പാസ് പ്രിവെന്റീവ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ട്രസ് പാസിന് എങ്ങനെയാണ് ഒരു പരാതി ഒന്നും അതിന് പ്രിവെന്റീവ് തന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് സ്റ്റേഷനിൽ ഫസ്റ്റ് പ്ലേസിൽ അത് അങ്ങനെയാണെങ്കിൽ ഒരു പരാതി ഒന്നുമല്ലേ? ആ പരാതി നിൽക്കണില്ലല്ലോ. ആ പരാതി പോലും നിൽക്കില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹകരിക്കുക ഞങ്ങളോട്. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളോടൊന്ന് സഹകരിക്കുക. ഞാൻ അറസ്റ്റിനൊന്നും ഞാൻ എതിരെ നിൽക്കുന്നില്ല. ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേരിലാണെന്നുള്ളത് എനിക്കത് ഉറപ്പായിട്ട് വേണം. പോകാൻ ഇടമില്ലായിക എന്നുള്ളതിന് ഉപരിയായിട്ട് എനിക്ക് നിൽക്കാൻ അർഹതയുള്ള സ്ഥലം എന്നുള്ളതാണ് എനിക്കത്തെ പോയത്. അർഹതയുള്ളത് നാളെ നിങ്ങളുടെ ഭർത്താവ് വരും, 12 മണിക്ക് വരും. അയാൾ വരുന്നവരെ സമയമൊന്നും തരും. നിങ്ങൾ രാവിലെ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനും സഹകരിക്കാം. മാഡം കുറെ വർഷങ്ങളായിട്ട് വർക്കില്ലാത്തൊരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ 10 മണിക്ക് 11 മണിക്ക് അവിടെ എത്തുക. മറ്റേ ആളെന്തി നിങ്ങളാണ് അതിന്റെ ഉത്തരവാദി. ഈ വീട്ടിൽ നിങ്ങളല്ലേ താമസിക്കുന്നത്. 11 മണിക്ക് നിങ്ങൾ അവരെയും കൂട്ടി നിങ്ങളുടെ 12 മണിക്ക് അയാൾക്ക് 12 മണിയാകുമ്പോഴേ എത്താൻ പറ്റുള്ളൂ. 12 മണിയാകുമ്പോ നിങ്ങൾ ഹാജരാകുക. അലി എന്ന് പറഞ്ഞ വ്യക്തിയും വേണം കേട്ടല്ലോ. ഇവിടെ ഇടാൻ പറ്റുമോ? അല്ല, ബ്രദറിനെ കൊണ്ട് എടുപ്പിച്ചു. ബ്രദറൊന്നും വരാൻ പറ്റുമൊന്നുമില്ല. ഞാൻ എന്നാലത് പുറത്തേക്ക് ഇട്ടിട്ട് അടുത്തിനൊപ്പം വരാം. വണ്ടി ഏതായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഞാൻ അതിനകത്ത് എന്നെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ അവർ സ്റ്റേഷനിലോട്ട് നീക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജീപ്പിൽ വരാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ
അതിനകത്ത് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് വണ്ടിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് പോകുകയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ്റ്റി കൺസേൺ ഉള്ളതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, കണ്ടല്ലോ. അപ്പം ഇവിടുന്നാണ് ഇതിൻ്റെ തുടക്കം. ഇതിന് ശേഷമാണ് പുള്ളിക്കാരി ഈ സമരം ചെയ്തതും വീട്ടിന് മുമ്പിൽ പോയി 10-12 ദിവസം സമരം ചെയ്യുന്നതും അത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നതിനൊക്കെ ശേഷമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ആവശ്യം എന്താണ്, അത് നിയമപരമായിട്ട് പുള്ളിക്കാരി ഡിവോഴ്സ് ആണ് ആവശ്യമെങ്കിൽ അതിനാണല്ലോ പറയുന്നത്. പുള്ളിക്കാരിക്ക് ഇനി മുമ്പോട്ട് പോകേണ്ട ഡിവോഴ്സും. അപ്പോൾ അത് രണ്ട് കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ എന്താണ്, നിയമത്തിന് എന്താണ്, കോടതിക്ക് എന്താണ് കുഴപ്പം? രണ്ട് കൂട്ടരും വന്നിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് പോവുക, അവരവർ പാടം നോക്കി. അതുപോലെ മേടിച്ചിട്ടുള്ള 100 പവൻ സ്വർണ്ണമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 100 പവൻ സ്വർണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ഈ പറഞ്ഞിട്ടുള്ള ആയിഷയുടെ കാര്യങ്ങൾക്ക് ചിലവായി എന്നൊക്കെ കണക്ക് കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കണക്ക് കാണിച്ചിട്ട് ഈ ആയിഷയുടെ ഇതിൽ ചിലവായിട്ടുള്ളത് എടുത്തിട്ട് ബാക്കി അവരിൽ നിന്ന് എത്രയാണ് അവർക്ക് അർഹതപ്പെട്ട അത് തിരിച്ചു കൊടുത്തിട്ട് അതും ന്യായമായിട്ടുള്ള രീതിയിൽ വിവാഹബന്ധം വേർപെടുത്തി പോകുന്നതല്ലേ നല്ലത്. എന്തിനാണ് ചുമ്മാ വർഗീയത പറയാനെ കൊണ്ട് ഈ ഒരു വിഷയം പല ആളുകളും ഇത് ഒരു മതത്തിൻ്റെ പേരിലേക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് വർഗീയത പറയുന്നുണ്ട് പല ആളുകളും. എന്തിനാണ് ചുമ്മാ അതിന് നിൽക്കുന്നത്? വർഗീയവാദികൾക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനെ കൊണ്ട് ഈ വർഗീയത പറയുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഇത് എല്ലാ മതത്തിലും നടക്കുന്നുണ്ട്. മുസ്ലിം മതത്തിൽ ആണ് എന്ന് പറഞ്ഞ് മുസ്ലിം മതത്തിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എല്ലാ മതത്തിലും നടക്കുന്നുണ്ട്. റീസെൻ്റായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ പല ഒളിച്ചോട്ടങ്ങളും, അതും ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ പല മതത്തിനകത്തും ഇത് നടക്കുന്നുണ്ട്, എല്ലാ മതത്തിലും നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സഹോദരിക്ക് എന്താണ് ആവശ്യം, അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് പുള്ളിക്കാരൻ നാട്ടിൽ വന്നിട്ടില്ല, പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഇത്രയും ചർച്ചയായിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ട് പുള്ളിക്കാരൻ അത് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി പറയുന്നില്ല? പുള്ളിയുടെ ഭാഗത്തും ശരി കാണുമായിരിക്കാം, പക്ഷേ ഇത്രയും വിഷയമായിട്ട് പോലും പുള്ളി ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്രയും ദിവസമായില്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാം എന്ന് പോലും പുള്ളി നോക്കുന്നില്ല. ഇപ്പോൾ ആയിഷ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടത്, ആയിഷ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി അവർക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോയി. അപ്പോൾ നമ്മളിവിടെ എത്താനുള്ള ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവരുടെ വീഡിയോയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇവരുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു രീതിക്കുള്ള നാട്ടുകാരെത്തുന്ന ഒരു സപ്പോർട്ട് ഇതുമായി വരുന്നില്ല. ശരിക്കും ഞാനൊരു മലപ്പുറംകാരനാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ആദ്യം ഇടപെടുക ഒന്നെങ്കിൽ അവിടുത്തെ മഹല്ല് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ. ഈ നാട്ടുകാരെ കുറ്റം പറയില്ല, പക്ഷെ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, നമ്മളെന്തായാലും അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ ആ ഒരു രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടാത്തതിന് കാരണം? ചിലപ്പോൾ ഞങ്ങൾ രണ്ടു പേർക്കാരും ഒരേ നാട്ടുകാരായതുകൊണ്ടായിരിക്കാം. ഓക്കെ, അതല്ല ഇപ്പം ഇടപെടാനുള്ള ലിമിറ്റേഷൻ ആയിരിക്കും. പിന്നെ ഇദ്ദേഹത്തിനെ ഇവിടെ നമുക്ക് കണ്ടു കിട്ടാൻ പോലും ഇത്ര കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനകത്ത് എത്തിപ്പെടാനുള്ള ആൾക്കാരില്ലാത്തതാകാം, അതല്ലെങ്കിൽ താല്പര്യമില്ലാതെയാകാം. ഓക്കെ, ആക്ച്വലി ഞാൻ ചോദിക്കുന്ന ചോദ്യം പേഴ്സണലി ചോദിക്കാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു താല്പര്യമില്ല? ഇല്ല, അത് ആള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ താല്പര്യമില്ല? അതുകൊണ്ടായിരിക്കും കല്യാണം കഴിച്ചല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നവരെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു രേഖയും ഇത് നിങ്ങളെ ഒഴിവാക്കുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രേഖപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കത്തയച്ചിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഞാനത് ഓൾറെഡി പറഞ്ഞില്ലേ. അദ്ദേഹം മഹല്ലിൽ ഒരു തലാഖിന്റെ റെസിപ്റ്റ് അതല്ലെങ്കിൽ ഒരു കത്ത് കൊടുക്കുക, അതല്ല കോടതിയിൽ ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, കണ്ടല്ലോ. അങ്ങനെ നിരന്തരം ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ബന്ധപ്പെടാനോ നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് കോടതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടിൽ വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയതാണ് ആയിഷയുടെ ഭാഗത്തു നിന്നുള്ള പുള്ളിക്കാരിയുടെ ന്യായീകരണം. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. കാരണം ഞാനിട്ട വീഡിയോസ് 2-3 വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിട്ട് അതിനകത്തെല്ലാം വന്നിരിക്കുന്ന കമൻറ്റുകൾ ഒരുപാട് കമൻറ്റുകളല്ല. അതുമാത്രമല്ല ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ റിലേറ്റീവ്സ് ബന്ധത്തിലുള്ള റിലേറ്റീവ്സ് ഒരുപാട് മെസ്സേജ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ മെസ്സേജിനകത്തും കുറേ കാര്യങ്ങൾ ഞാനും കണ്ടു, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ഇൻബോക്സിനകത്ത് വായിച്ചിട്ടുണ്ട്. അത് ഈ അലിയെ പറ്റിയിട്ടാണെങ്കിലും ആയിഷയെ പറ്റിയിട്ടാണെങ്കിലും അവരുടെ കുടുംബത്തിലെ ഇതൊക്കെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വിവരമൊക്കെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അതല്ല, അന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് അലിയോടാണ്. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു സഹോദരിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുത്ത് വെറുതെ എന്തിനാണ് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലിട്ട് ചുമ്മാ അത് ഈ ഒരു
വർഗീയവാദികൾക്ക് തിന്നാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയുള്ള വിഷയം ഇതൊരു വിഷയം ഉണ്ട്. നിങ്ങൾക്കിപ്പം അവരുമായിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല, നിങ്ങളൊരു വേറെ വിവാഹം കഴിച്ച് നിങ്ങൾ ജീവിക്കുവാണ്. അപ്പം പിന്നെ എന്താണ് നിങ്ങൾക്ക് നിയമപരമായിട്ട് അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ബന്ധം ഒഴിയുക എന്നാണ്. അത് നിങ്ങൾക്ക് നടത്തി കൊടുത്തൂടെ? അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലവായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിയമപരമായിട്ട് ബാക്കിയുള്ള അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഉള്ള തുകയോ അല്ലെങ്കിൽ സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് നിങ്ങൾ രണ്ട് ഇതായിട്ട് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ പാട്ടിനും പോവാം, ആ സഹോദരിയുടെ പാട്ടിന് പോവാം. അതാണിപ്പം പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, എന്തായാലും വീഡിയോസിനകത്തൊക്കെ എല്ലാം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.